ഹായ് ഗൈസ്, നവംബർ മാസം നിങ്ങൾ അധികം ലീവുകൾ സ്കൂളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അതിന്റെ കാരണം എന്താ അറിയോ? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നവംബർ 8-ാം തീയതിയാണ്. ഇനി നിങ്ങൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പബ്ലിക് ഹോളിഡേയും നവംബറിലില്ല. അതായത് ഈ ഞായറാഴ്ചകൾ 9, 16, 23, 30 ഈ 4 ഞായറാഴ്ച ഒഴികെ ഇനി ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അതിന് കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം നിങ്ങൾ എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് ഫിസിക്സ് 10 പാഠവും കെമിസ്ട്രി 8 പാഠവും മാത്സ് 11 ചാപ്റ്റേഴ്സും ബയോളജി 10ഉം CS ആണെങ്കിൽ 10 ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്. അതായത് ടോട്ടൽ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ടീച്ചേഴ്സിന് ചാപ്റ്റർ തീർത്തേ പറ്റൂ. നിങ്ങളുടെ സ്കൂളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ അല്ലെങ്കിൽ CS-ന്റെ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഇവിടെ നമ്പർ ഫില്ല് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യുക. അത് കമന്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ചില സ്കൂളുകളിൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി തീർത്ത് വെച്ചിട്ടുണ്ടാവും. ചില സ്കൂളുകളിൽ മേ ബി 1-2 സബ്ജക്ട്സ് തീർന്നിട്ടുണ്ടാവും, ബാക്കിയുള്ള സബ്ജക്ട്സ് തീരുന്നുണ്ടാവും. പക്ഷേ നല്ലൊരു ശതമാനം സ്കൂളുകളിലും ഈ ചാപ്റ്റേഴ്സ് ഇനി കവർ ചെയ്യാനുണ്ട്. അത് അവർക്ക് ഈ സമയത്ത് കവർ ചെയ്തേ പറ്റൂ. കാരണം ഒരു ദിവസം ഒരു പീരീഡാണ് മാക്സിമം കിട്ടുക. ആഴ്ചയിൽ 3-4 പീരീഡാണ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് മാക്സിമം കിട്ടുക. അതുകൊണ്ട് അവർക്ക് തീർക്കുന്നതിൽ പരിമിതിയുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലാബ് വരുന്നുണ്ട്. അതായത് ജാനുവരി നമ്മൾക്ക് എന്തുണ്ട്, ലാബ് സ്റ്റാർട്ട് ചെയ്യണം. 5-ാം തീയതി തൊട്ടിട്ട് മോഡലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ലാബിൻ്റെ. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങളെ ലാബുകൾ തീർക്കണം. അതിൻ്റെ മോഡൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങളെ റെക്കോർഡ് വർക്ക്സ് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ലാബും എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ടീച്ചേഴ്സിന് അതൊരു ഹെവി ഡ്യൂട്ടിയാണ്. ചാപ്റ്ററും തീർക്കണം, അതിൻ്റെ കൂടെ നിങ്ങൾ യൂണിറ്റ് ടെസ്റ്റുകൾ പോലത്തെ സംഭവങ്ങൾ നടത്തണം. അതിൻ്റെ ഉള്ളിൽ കലാമേളകളും ശാസ്ത്രം സ്പോർട്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സ്പോർട്സും എനിക്ക് തോന്നുന്നു കഴിഞ്ഞു. എന്തായാലും ഇനി ശാസ്ത്രമേളയും കലാമേളയും ഉണ്ടല്ലോ, ജില്ലാ ലെവലൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായും അതിൻ്റെ ബുദ്ധിമുട്ട് ടീച്ചേഴ്സിന് ഉണ്ടാവും. അത് നിങ്ങൾക്കും സ്വാഭാവികമായിട്ട് ബാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നവംബറിൽ നമുക്ക് ഇനി നോക്കുകയാണെങ്കിൽ 8-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് ഇനി 22 ദിവസം എന്തുണ്ട് നവംബറിൽ കിട്ടുന്നുണ്ട്. ഡിസംബറിൽ നോക്കുകയാണെങ്കിൽ 8-ാം തീയതിയാണ് എക്സാം നടക്കുന്ന നിലവിൽ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ ഒരു 7 ദിവസവും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡിങ് ഇന്നും കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 ദിവസം അവിടെ വരുന്നുണ്ട്. ആ 30 ദിവസത്തിൽ നിങ്ങൾ തീർക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം നിങ്ങൾക്കറിയാം. ബയോ ആണെങ്കിലും CS ആണെങ്കിലും 39 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇനിയുള്ള 30 ദിവസം കൊണ്ട് പഠിക്കണം. അല്ലാതെ ക്രിസ്മസ് എക്സാം നിങ്ങൾ വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഓണം എക്സാം നടക്കാത്തതുകൊണ്ട് ക്രിസ്മസ് എക്സാമിൻ്റെ ടോപ്പിക്സ് മാത്രമല്ല വരിക, ഓണത്തിൻ്റെ ടോപ്പിക്സും വരും. അതായത് ഫിസിക്സിൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ്, അതായത് ഫിസിക്സിൽ 1, 2, 3, 4 ചാപ്റ്റേഴ്സ് ഓണം എക്സാം മേ ബി സ്കൂളിൽ പേര് നടന്നിട്ടുണ്ടാവും. പക്ഷെ ഒഫീഷ്യലി നടക്കാത്തത് കൊണ്ട് സാധാരണഗതിയിൽ 5 മുതൽ ഇങ്ങോട്ടാണ് ഇമ്പോർട്ടൻസ് വരുന്നതുള്ളത് പകരം ഇവിടെ 1 മുതൽ 10 വരെ ചോദ്യങ്ങൾ വരും. എല്ലാ ചാപ്റ്ററിനും ഈക്വൽ ആയിട്ട് വെയിറ്റേജ് ഒക്കെ തന്നെയാണ് വരിക. മീൻസ് ആ ചാപ്റ്ററിൻ്റെ കറക്റ്റ് വെയിറ്റേജ് തന്നെ വരും. അപ്പോൾ അതായത് നിങ്ങൾ 10 ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ പഠിക്കണം, മാത്സിലാണേലും വേണം. അതിൽ തന്നെ ചില കൊമ്പൻ ചാപ്റ്റേഴ്സ് ഉണ്ട്. കാരണം ഫിസിക്സിൻ്റെ കേസിൽ 10 കഴിഞ്ഞിട്ട് വേവ് ഒപ്റ്റിക്സും കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള ഡ്യുവൽ നേച്ചർ, ആറ്റം, ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ് ചെറിയ ചാപ്റ്റേഴ്സാണ്. ബാക്കി നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുണ്ടായിരുന്നു, ഓണത്തിനെ പഠിക്കാനുണ്ടായിരുന്ന ആരൊക്കെ? നമ്മളെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് പോട്ടെ ചെറിയ പാടാണ്. മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. മാഗ്നറ്റിസം ആയിട്ട് ചെറിയ പാടാണ് പോട്ടെ. 6-ാം പാഠം EMI ചെറിയ പാടാണ് പോട്ടെ. 7-ാം പാഠം AC ആണ്. 8-ാം പാഠം റേ ഒപ്റ്റിക്സ് ആണ്. 9-ാം പാഠം ഏതായിരുന്നു? 8-ാം പാഠം EM വേവ്സ് ആണ്. 9-ാം പാഠം റേ ഒപ്റ്റിക്സ് ആണ്. 10-ാം പാഠം വേവ് ഒപ്റ്റിക്സ് ആണ്. EM വേവ് ഒക്കെ പോട്ടെ, ചെറുതാണ്. നിങ്ങൾക്ക് എത്ര വലിയ ചാപ്റ്റേഴ്സ് ഫിസിക്സ് കവർ ചെയ്യാനുണ്ട്. സിമിലർലി മാത്സിൻ്റെ കറക്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ പേര് എനിക്ക് അറിയുന്നില്ല. പക്ഷെ അതിലെന്തുണ്ട്? ഇവിടെ മുതൽ അങ്ങോട്ട് ഇൻ്റഗ്രേഷന്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എല്ലാം കവർ ചെയ്യും. ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ എന്തായാലും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്രത്തോളം നിങ്ങൾ കവർ ചെയ്യാണ്ടെന്ന്. ഇനിയിപ്പോൾ കെമിസ്ട്രിയുടെ കേസിൽ പോവുകയാണെങ്കിൽ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് പോട്ടെ, ഇവിടെ തൊട്ട് അങ്ങോട്ട്, അവിടെ തൊട്ടല്ല എനിക്ക് തോന്നുന്നു 6-ാമത്തെ ചാപ്റ്റർ തൊട്ട് അങ്ങോട്ട് ഓർഗാനിക്കല്ലേ, ആൽക്കഹോളും ഫീനോളും, പിന്നെ ഏതാണ് ആൽക്കഹോളും ഫീനോളും, ഹാലോ ആൽക്കീനും, ആൽഡിഹൈഡൊക്കെ. 8-ാം പാഠം ആൽഡിഹൈഡല്ലേ, വലിയ ടഫ് ചാപ്റ്റർ അല്ലേ. അതെല്ലാം വരുന്നില്ലേ? പഠിക്കണ്ടേ? ഈ പറഞ്ഞ ദിവസത്ത് പഠിക്കണ്ടേ? സീരിയസ് ആയാൽ പറ്റൂ. അപ്പോൾ ഇത് നിങ്ങൾ ഇടയ്ക്കൊന്ന് കാണിച്ച് പേടിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഇതെങ്ങനെ പറഞ്ഞു തരണം, ഇതെങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരുന്നു എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നമ്മൾ നാളെ എന്ത് ചെയ്യുന്നു, സ്റ്റഡി പ്ലാൻ ആയിട്ട് പറയുന്നുണ്ട്. 30 ദിവസം, ഇനിയുള്ള 30 ദിവസത്തിൽ ഇത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ നിങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാ ദിവസങ്ങളിലും രാവിലെകളിലും അത് കഴിഞ്ഞ് നൈറ്റിലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റൂ. അതെങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നും അതെങ്ങനെ യൂസ്ഫുൾ ആക്കണമെന്നും നമ്മളൊരു കൃത്യമായ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഡേയ്സിൽ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ്
ഒരു റൗണ്ടെങ്കിലും റിവിഷൻ കഴിയും. പിന്നീട് നിങ്ങൾ എക്സ്ട്രാ ടൈം കൂടി കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഫുൾ സ്കോറിലേക്കൊക്കെ എത്താൻ ഇനിയും സമയമുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നാളത്തെ സ്റ്റഡി പ്ലാൻ മറന്നുകൊണ്ട 7 PM നമ്മൾ സ്റ്റഡി പ്ലാൻ നടത്തുന്നത്. ഞായറാഴ്ചയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് 7 മണിയാകുമ്പോൾ നിങ്ങൾ ലൈവിലോട്ട് വരിക. ലൈവിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സർപ്രൈസും കൂടി വെക്കുന്നുണ്ട്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത 1-2 കാര്യങ്ങൾ, ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റഡി പ്ലാനിൽ റിവീലും ചെയ്യും. സോ നാളെ തന്നെ നിങ്ങൾ പഠിക്കുക എന്നുള്ള മൂഡിൽ തന്നെ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ലൈവിന് വരിക. സോ നമുക്ക് ലൈവിൽ കാണാം. ലൈവ് ലിങ്ക് താഴെ ഉണ്ട്. ഒന്ന് പോയി ലൈക്ക് അടിച്ച് വെച്ചേക്ക്, ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക്.